അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ. ട്രേഡ്സ്മാൻ വെൽഡിങ്ങിന്റെ മൊഡ്യൂൾ 6ന്റെ MCQ ഡിസ്കഷൻ ക്ലാസ് ആണ്. അപ്പോൾ MCQ 6ന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന രണ്ട് സെക്ഷനാണുള്ളത്. അത് പറഞ്ഞാൽ മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 6ഉം ആണ്. ടിഗ് വെൽഡിങ് എന്താ പറയുക, നമ്മൾ വിചാരിക്കും ടിഗ് വെൽഡിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിച്ചിട്ട് എവിടെ എത്തില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ടിഗ് വെൽഡിങ്ങിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അതിന്റെ ടിഗ് വെൽഡിങ് എന്താ പറയാ, നിങ്ങളത് ടിഗ് വെൽഡിങ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് ടിഗ് വെൽഡിങ് കാണുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ബേസിക് ആയിട്ടുള്ള കുറെ സംശയങ്ങൾ ആ ടിഗ് വെൽഡിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദൂരീകരിക്കാൻ സാധിക്കും. കാരണം ടിഗ് വെൽഡിങ് എപ്പോഴെങ്കിലും നമ്മുടെ വീടിന്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ ടൗണിലുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു ടിഗ് വെൽഡിങ് വർക്ക്ഷോപ്പിലേക്ക് പോവുക. അപ്പൊ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാവും. 2 സെക്ഷൻ ആയിട്ട് ഉണ്ടായിരിക്കും. ഒരു ടിഗ് വെൽഡിങ് മെഷീൻ ഉണ്ടായിരിക്കും, ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മൾ ടോർച്ച് ഉണ്ടായിരിക്കും. ആ ടോർച്ചിലേക്ക് 3 റോഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്നതിനായിട്ട് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പറ്റുകയാണെങ്കിൽ പറ്റുന്ന ആളുകൾ ഒന്ന് ചെന്നിട്ട് ടിഗ് വെൽഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ തിയററ്റിക്കൽ പഠിക്കുന്നതും ചെയ്യുന്നതായിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ തിയററ്റിക്കലി നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചാലും എങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ആ പ്രാക്ടിക്കലായിട്ടുള്ള ആ ഒരു ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള കണക്ഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ, ഇതിപ്പോ വലിയ പൈസ ചെലവൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ദീർഘിപ്പിക്കണില്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ഞാൻ ടിഗ് വെൽഡിങ്ങിന്റെ ആ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇമേജ് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ ഓരോ പാർട്ടും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് ക്ലാസ്സിൽ കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. പാർട്ട് 1 എന്ന് എഴുതിയിട്ടുള്ളത് ഈ കാണുന്ന പാർട്ട് ഇങ്ങനെ തന്നെയായിരിക്കും ഏകദേശം. ഈ തോറിനേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് വരുന്നത്, തോറിയേറ്റഡോ സിർക്കോണിനേറ്റഡോ അല്ലെങ്കിൽ പ്യുവർ ഇലക്ട്രോഡോ ഏത് വേണമെങ്കിൽ ആവാം. അപ്പോ ഈ നമ്പർ 1 പ്രദാനം ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ട്രോഡാണ്, ടങ്സ്റ്റൺ ഇലക്ട്രോഡിനെയാണ് പ്രദാനം ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് ഇതിന്റെ ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് കയറുമ്പോൾ അതിനൊരു ഷീൽഡ് വേണം. അതിനെയാണ് 2 കൊണ്ട്, സെറാമിക് ഷീൽഡ് ആണ്. അതിനുശേഷം അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓറിംഗ് ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഓറിംഗ് ഉണ്ട്. ഇവിടെയാണ് ഓറിംഗ് ഉള്ളത്. ഇതാണ് 2ാമത്തെ സെക്ഷൻ, 1ാമത്തെ സെക്ഷൻ. 4ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോളറ്റിന്റെ ഹോൾഡർ ആണ്. 5 ആ കോളറ്റ് ആണ്. 6 അതിന്റെ മുകളിലുള്ള ക്യാപ്പാണ്, ഇലക്ട്രോണിന്റെ ക്യാപ്പാണ്. ഇതാണ് ശരിക്കും ആക്ച്വലി നമ്മൾ ആ കാണുന്ന ഗണ്ണെന്നോ അല്ലെങ്കിൽ നോസിലെന്നോ പറയുന്ന മൊത്തത്തിലുള്ള പോർഷൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ വെൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രോസസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, 7 ഇതിന്റെ ബോഡിയാണ്. 8ഉം അതുപോലെ 9ഉം ഹോസ് അസംബ്ലി ആണ്. ഇതിൽ പിന്നെ ഇമ്പോർട്ടന്റ് വരുന്നത് ഈ നമ്പർ 10, 11, 12 അല്ലെ, 3 ഇത് വരുന്നുണ്ട്, ഹോസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതില് ഈ നമ്പർ 10 എന്ന് പറയുന്നത് ആർഗണിന്റെ ഗ്യാസിന്റെ അസംബ്ലിയാണ്. ആർഗണോ അല്ലെങ്കിൽ ഹീലിയോ ഏതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്യാസിന്റെ അസംബ്ലിയാണ്. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്, ഈ മൊത്തം സെക്ഷൻ. അത് കാരണം ഇത് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു വാട്ടർ സർക്കുലേറ്റിംഗ് നടത്തുന്നുണ്ട്. അതിന്റെ അസംബ്ലിയാണ് ഈ കാണുന്നത്. ഈ 11 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അതിന്റെ അസംബ്ലിയാണ്. അത് കഴിഞ്ഞാൽ ഈ 12 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് പവർ കേബിളിന്റെ അസംബ്ലിയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ബാക്കി ഹോസ് അസംബ്ലി, കവർ, ഇൻസുലേറ്റിംഗ് സ്ലീവ്, പ്ലഗ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബേസിക് ആയിട്ട് എല്ലാ ഇതിനുള്ളതാണ്. അപ്പൊ ഇതില് ഈ തോറിനേറ്റഡ് ഓർ സിർക്കോണിനേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇതിനെ ഷീൽഡ് ചെയ്യുന്നത് ആ കപ്പ് എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്.
അത് സെറാമിക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ്? അപ്പോൾ ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. അത് എന്താ പറയാ, ആർക്കും ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പോൾ അതിലെ ഈ ഫസ്റ്റത്തെ ടി ഡിനോട്ട് ചെയ്യുന്ന എന്താണ് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് എന്ത് തരം ഇലക്ട്രോഡാണ്? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. അതൊരു നോൺ കൺസ്യൂം ചെയ്യാത്ത നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. ഞാൻ ഇത്രയും ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരം ചോദിക്കുന്ന കാരണത്താലാണ്. നമ്മൾക്ക് ചിലപ്പോ ഞാൻ പറഞ്ഞത് എല്ലാവരുടെ കാര്യമല്ല, ചില ആളുകൾക്ക് ആ ടൈമില്, കാരണം ഈ പരീക്ഷയുടെ ടൈമില് നമുക്ക് നമ്മൾ വിചാരിച്ച അത്ര ഈസി ആയില്ലെങ്കിലോ അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാളും ഈസി ആണെങ്കിലോ നമ്മൾ ഭയങ്കരമായിട്ട് ഒന്നില്ലെങ്കിൽ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ദുഃഖം കൊണ്ടോ സങ്കടം കൊണ്ടോ നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കൺസ്യൂമബിളും അതുപോലെ നോൺ കൺസ്യൂമബിളും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നോൺ കൺസ്യൂമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യാൻ സാധിക്കാത്തത്, കൺസ്യൂമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കണം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം, ടൈറ്റാനിയം ആൻഡ് നോൺ ഫെറസ് മെറ്റൽ? അപ്പോൾ ഇതിലിപ്പോ അലുമിനിയം, ടൈറ്റാനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫെറസ് മെറ്റൽ തന്നെയാണ്. പക്ഷെ നോൺ ഫെറസ് മെറ്റലിൽ വേറെ എല്ലാതും വരുന്നുണ്ട്. അപ്പോ ഇതില് മിഗ് ഓർ മാഗ് വെൽഡിംഗ് ഉണ്ട്. പക്ഷെ മിഗ് ഓർ മാഗ് വെൽഡിങ്ങിന് ചില കുറവുകളുണ്ട്. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമുക്ക് എല്ലാ നോൺ ഫെറസ് മെറ്റലുകൾക്കും വെൽഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാം, അതെന്തായാലും സാധിക്കില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും കൃത്യമായിട്ട് ഉത്തരം വരാവുന്നത് ടിഗ് വെൽഡിംഗ് ആണ്. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് കാരണമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിച്ച് പാർട്ട് ഓഫ് ടിഗ് വെൽഡിംഗ് മെഷീൻ റെഡ്യൂസ് ദ പ്രഷർ ഓഫ് ആർഗൺ സിലിണ്ടർ ഫ്രം 175 to 200 bar to 0 to 3.5 bar pressure? അപ്പോ ഇതിൽ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ടിഗ് വെൽഡിംഗ് മെഷീന്റെ ഏത് ഭാഗമാണ് സ്പെസിഫൈ ചെയ്തിട്ട്, ഏത് ഭാഗമാണ് കൃത്യമായിട്ടുള്ള ഏത് ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ആർഗൺ സിലിണ്ടറിലുള്ള 175 to 200 ബാർ പ്രഷറിലുള്ളതിനെ 0 to 3.5 ബാർ പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നാനുള്ള ഒരു ഇത് ഫ്ലോ മീറ്റർ ആണ്. എല്ലാവരും വിചാരിക്കും ഇത് ഫ്ലോ മീറ്റർ ആണ് എന്ന് വിചാരിക്കും. പക്ഷെ ഫ്ലോ മീറ്റർ അതിന്റെ ഫ്ലോവിനെ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫ്ലോവിനെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടാനോ മാത്രമാണ് ഫ്ലോ മീറ്റർ യൂസ് ചെയ്യുന്നത്. അത് കാരണം ഒരു കാരണവശാലും ഫ്ലോ മീറ്റർ അല്ല. ഇതിന്റെ ഉത്തരം വന്നിട്ട് ഗ്യാസ് റെഗുലേറ്റർ ആണ്. ഗ്യാസ് റെഗുലേറ്റർ ആണ്. ഇനി നമുക്ക് ഈ രണ്ടും ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ല. ടോർച്ച് ആണെന്ന ഡൗട്ട് ഇനി ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നാം. കാരണം ഇനിയിപ്പോ ഏതെങ്കിലും കാരണവശാല് ടോർച്ചിൽ വെച്ചിട്ടാണോ എന്നുള്ള ഡൗട്ട് തോന്നാം. അപ്പോ അങ്ങനെ ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് ടോർച്ച് അല്ല അല്ലെങ്കിൽ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളല്ല എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഒന്ന് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഈ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ 17-ാം തീയതിയാണ് എക്സാം, അതിന് തൊട്ട് മുന്നേ തന്നെ ശനി ഞായറും വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ടിഗ് വെൽഡിങ്ങും മിഗ് ആൻഡ് മാഗും ഒന്ന് കാണുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിലിപ്പോ ടിഗ് വെൽഡിങ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാ സ്ഥലത്തും ടിഗ് വെൽഡിങ്ങിന്റെ മെഷീൻ ഉണ്ടാവില്ല. മാഗ് മെഷീൻ അല്ലെങ്കിൽ മിഗ് മെഷീൻ എല്ലാ സ്ഥലത്തും ഉണ്ടാവേണ്ടതാണ് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ MCQന്റെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫ്ലോ മീറ്റർ ഓഫ് ടിഗ് വെൽഡിംഗ് മെഷീൻ കൺട്രോൾ ആർഗൺ ഫ്ലോ ഫ്രം 0 to 600 liters to dash. അപ്പോ ഞാൻ നേരത്തെ ഒരു പറഞ്ഞ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോ മീറ്റർ അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതില് നമ്മൾ ഗ്യാസ് റെഗുലേറ്റർ എന്താ ചെയ്യുന്നത്? പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിലെന്താണ് ചെയ്യുന്നത്? ഇതിൽ ചെയ്യുന്നത് എന്താണ്? ഫ്ലോവിനെയാണ്, ആർഗൺ ഗ്യാസിന്റെ ഫ്ലോവിനെ റെഡ്യൂസ് ചെയ്യുകയാണോ ചെയ്യുന്നത് അതോ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അപ്പോ
ഇത് ചെയ്യുന്നത് ആർഗൺ ഗ്യാസിന്റെ ഫ്ലോനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർഗൺ ഗ്യാസ് നമുക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ കുറച്ച് ഫ്ലോ മതിയായിരിക്കും അതിന്റെ തിക്നെസ് ഒക്കെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആംബ്രേജ് അനുസരിച്ചിട്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, മിക്ക സന്ദർഭങ്ങളിലും എന്തായിരിക്കും, നമുക്ക് ഇതിനെ കുറച്ചും കൂടി കൂടുതൽ ഫ്ലോ, നമുക്ക് ശരിക്ക് ആർഗൺ ഗ്യാസിന്റെ എന്താണ് സിലിണ്ടറിൽ നിന്ന് നമുക്ക് എത്രയാണോ ഫ്ലോ കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ ഫ്ലോ വേണ്ടി വരും. അത് കാരണം നമ്മൾ ഒരു കാരണവശാലും തെറ്റരുത്. 0 to 300 0 to 200 ലിറ്റേഴ്സ് പെർ അവർ ഒന്നല്ല, നമ്മളതിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. 0 to 2100 ലിറ്റേഴ്സ് പെർ അവർ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചും ചോദിക്കാം. റെഗുലേറ്റർ ഈ പറയുന്ന 175 ബാർ ടു 200 ബാറിൽ നിന്ന് എത്ര ബാറിലേക്കാണ് പ്രഷറിനെ റിഡ്യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പ്രഷറിനെ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ഈ രണ്ട് എന്താണ് ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഗ്യാസ് റെഗുലേറ്റർ എന്താ ചെയ്യുന്നത്, ഏകദേശം 175 മുതൽ 200 ബാർ പ്രഷറുള്ള സിലിണ്ടറിന്റെ പ്രഷറിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് 0 to 3.5 ബാർ പ്രഷറിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോ ഫ്ലോ മീറ്റർ എന്താ ചെയ്യണത്, 0 to 600 ലിറ്റേഴ്സ് പെർ അവറിൽ നിന്ന് ആർഗണിന്റെ ഫ്ലോയിനെ ഇൻക്രീസ് ചെയ്യുന്നു 0 to 2100 ലിറ്റേഴ്സ് പെർ അവർ ആക്കിയിട്ട്. ഇനി ഇങ്ങനെയും ഒരു ചോദ്യങ്ങൾ ചോദിക്കാം. 0 to 600 ലിറ്റേഴ്സ് പെർ അവറിൽ നിന്ന് 0 to 2100 ലിറ്റേഴ്സ് പെർ അവറിലേക്ക് ടിഗ് വെൽഡിംഗ് മെഷീന്റെ ഏത് ഭാഗമാണ് ഈ പറയുന്ന ഫ്ലോനെ ഇൻക്രീസ് ചെയ്യുന്നത്, ആർഗൺ ഫ്ലോനെ ഇൻക്രീസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഫ്ലോ മീറ്റർ ആണ്, അല്ലാതെ എന്തല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് റെഗുലേറ്റർ അല്ല. ഇത് ഇന്റർചേഞ്ച് ആവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ അടുത്തൊന്നും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അത് കാരണം തന്നെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് 2 തരം ക്വസ്റ്റ്യൻ ആണ് വരുന്നത് പ്രധാനമായിട്ട്. സാധാരണഗതിയിൽ ഈ അടുത്തൊന്നും ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ഇപ്പൊ 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ടോട്ടൽ 20 മാർക്കാണ് ഈ ഒരു സെക്ഷൻ എന്ന് ഉണ്ടെങ്കിൽ, അതില് ഒരു 10 മുതൽ 12 ക്വസ്റ്റ്യൻ വരെ, ഏകദേശം 60% വരെ, 50 to 60% വരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണഗതിയിൽ വരിക. ബാക്കിയുള്ള 10 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതില് 3 മുതൽ 5 വരെ എന്തായാലും, ചിലപ്പോൾ 5 അല്ലെങ്കിൽ ചിലപ്പോൾ 8 വരെ തന്നെ ആവാം. സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മള് ഇതിന്റെ റിലേറ്റഡ് ഫാക്ടേഴ്സ് വന്നിട്ട് അതിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക. അല്ലെങ്കിൽ എന്താണ്, ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ ഇത് ഏതിനോടാണ് ബന്ധപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് വെച്ചാൽ, ടിഗ് വെൽഡിംഗ് മെഷീൻ കൺട്രോൾ ആർഗൺ ഫ്ലോ, which part of the TIG welding machine control argon flow from 0 to 600 liters per hour to dash എന്ന് ചോദിക്കുന്നതിന് പകരം ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ 0 to 600 to 0 to 2100 എന്നുള്ളത് ഇപ്പൊ ഒരു 2 സെക്ഷനായിട്ട് തന്നിരിക്കുകയാണ്. ഫ്ലോ മീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ ഗ്യാസ് റെഗുലേറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ ടെമ്പറേച്ചർ, പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ, അങ്ങനെ ഒരു 4 ഫാക്ടേഴ്സ് ഒരു എ എന്ന സെക്ഷനിൽ അല്ലെങ്കിൽ 1 എന്ന സെക്ഷനിലും, രണ്ടാമത്തെ സെക്ഷനിൽ 0 to 2100 ലിറ്റർ പെർ അവർ, അതുപോലെ തന്നെ ഈ പറയുന്ന 0 to 3.5 ബാർ പ്രഷർ, അങ്ങനെ തന്നുകൊണ്ട് ഇതിനെ മാച്ച് ചെയ്യാൻ, അങ്ങനെയായിരിക്കാൻ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. നമ്മൾ ഇതിന്റെ വാല്യൂസ് എല്ലാതും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 3 to 5 മാർക്സ് ഷുവർ ആയിട്ട് നമ്മൾ ഇതിൽ വിചാരിക്കുന്നത്, ഇത് എന്താണ്, ഒരു സബ്ജക്റ്റീവ് രീതിയിൽ, സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ട് എഴുതുന്ന ഒരു എക്സാം അല്ലാതാണ് ഉദ്ദേശിച്ചത്. ഒരു എന്താണ്, നമ്മള് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ നോളജ് ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വന്നിട്ട് അതിൽ നിന്ന് ശരിയായിട്ടുള്ളതോ തെറ്റായിട്ടുള്ളതോ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അത് 8 ക്വസ്റ്റ്യൻ വരെ ആവാം. എങ്ങനെയാണെങ്കിലും 3 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഇതില് 20 മാർക്കിൽ 10 മുതൽ 12 മാർക്ക് വരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് മാത്രമല്ല അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമുക്ക് എന്താ പറയാ, 10 to 12 മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ബാക്കിയുള്ള 10 to 8 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് കാരണം ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫാക്ടേഴ്സും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് നോസിൽ ഓഫ് ടിഗ് വെൽഡിംഗ് മെഷീൻ. ടിഗ് വെൽഡിങ്ങിന്റെ ആ വെൽഡിംഗ് മെഷീന്റെ നോസിലിന്റെ തൊട്ട് മുമ്പുള്ള ഭാഗമാണ്, അല്ലാതെ ഇതല്ല, എന്താണ് ടങ്സ്റ്റന്റെ ഇലക്ട്രോഡ് അല്ല, അതിന്റെ തൊട്ട് മുന്നത്തെ നോസിൽ. അത് ഞാൻ നേരത്തെ ആ ഇമേജ് കാണിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സംഭവിക്കും, ആ ചൂടുള്ള കാരണം അത് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അലുമിനിയം അല്ല, ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം സെറാമിക് ആണ്. ഇതിന്റെ ഉത്തരം സെറാമിക്. ഇപ്പോ ഈ അടുത്ത് നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ ഇതിന്റെ ഉത്തരം ഗ്ലാസ് എന്നും കണ്ടിട്ടുണ്ട്, ഗ്ലാസ് എന്നും കണ്ടിട്ടുണ്ട്. അതിന്റെ ഉത്തരം എന്നിട്ട് അത് പക്ഷെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം PSC പറഞ്ഞിരുന്നത് ഗ്ലാസ് എന്നായിരുന്നു. പക്ഷെ അതിന്റെ ഉത്തരം ആൻസർ നമ്മള് അത് എന്താണ്, ഇതിന്റെ ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം സെറാമിക് ആണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറാമിക് തന്നെയാണ്, എന്ത് വന്നാലും ഇതിന്റെ ഉത്തരം സെറാമിക് തന്നെയാണ്. നമ്മൾ തെറ്റിയിട്ട് വേറെ ഒരു ഓപ്ഷനിലേക്കും പോകരുത്. നമ്മൾ ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്, ഇതിന് മുന്നേ നടന്നിട്ടുള്ള ഏതെങ്കിലും ട്രേഡ്സ്മാന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ആ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതിൽ ചിലപ്പോൾ ഗ്ലാസ് ഒന്നും അങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ക്ലാസ് മനഃപൂർവ്വമാണ് ഈ ഒരു ഓപ്ഷനിൽ കൊണ്ടുവരാഞ്ഞത്, കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സെറാമിക് തന്നെയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ആ ഒരു സെക്ഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ആ റിലേറ്റഡ് ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ് ഇതിൽ റെഡി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ടിഗ് വെൽഡിംഗ്. ടിഗ് വെൽഡിങ്ങിന്റെ സ്പെസിഫിക്കേഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്താണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിംഗ് 0.5 to 3 mm, അതായത് 0.5 mm മുതൽ 3 mm തിക്നെസ് വരെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിനെ വെൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോ ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇത് റെഡി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ 3 mm എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇനി 3 mm കൂടുതൽ പറ്റൂ, ഇത് തന്നെയാണ് ഇതിന്റെ റേഞ്ച്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 0.5 to 3 mm വരെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ടിഗ് വെൽഡിംഗ് ആണ്. അലുമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്, അലുമിനിയവും അതിന്റെ അലോയ് എത്ര മുതൽ എത്ര വരെ, 1.5 to 8 mm. അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ഒന്നുകൂടിയും ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്, തെറ്റായിട്ടുള്ള ഓപ്ഷൻ അല്ല, ഇതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി അടുത്ത ഒരു ഇത് പറയുന്നത് എന്താണ്, ഹൈലി റിയാക്റ്റീവ് മെറ്റീരിയൽ ലൈക്ക് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന് വെൽഡ് ചെയ്യാൻ ടിഗ് വെൽഡിംഗ് കൊണ്ട് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ടിഗ് വെൽഡിങ്ങിന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടിഗ് വെൽഡിങ് അലുമിനിയത്തിനും മെഗ്നീഷ്യൻ അലോയ്സിനും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഗ്നീഷ്യം അലോയ്സിനും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡുകളിൽ ഒരെണ്ണമാണ്. അപ്പോൾ 1, 2, 3 ഇതിൽ ശരിയാണ്. അപ്പൊ അടുത്തതാണ് മോർ സ്പാറ്റർ ഡ്യൂ ടു ഹൈ കറന്റ്. അപ്പോ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, യെസ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്പാറ്റർ ഭയങ്കര റെഡ്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സ്പാറ്റർ വളരെ കുറവാണ് ആക്ച്വലി ഏതിനുള്ളത്, ഈ ഒരു ടിഗ് വെൽഡിംഗ് പ്രോസസ്സിനുള്ളത് വളരെ ലെസ് ആയിട്ടുള്ള സ്പാറ്റർ ആണ്. ലെസ് ആയിട്ടുള്ള സ്പാറ്റർ എന്ന് മാത്രമല്ല സ്മോക്കും കുറവാണ്. ഹൈ ക്വാളിറ്റി വെൽഡിങ് തരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഈ പറയുന്ന കാര്യം അതിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മോർ സ്പാറ്റർ ഡ്യൂ ടു ഹൈ കറന്റ് എന്ന് പറയുന്നത്, സ്പാറ്റർ വളരെ കുറവാണ്. അത് കാരണമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈ കറന്റ് കാരണം മോർ സ്പാറ്റർ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു ഓപ്ഷനും ശരിയാണെന്ന് വിചാരിച്ചിട്ട് 1, 2, 3, 4ലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെസ് സ്മോക്ക് ആൻഡ്
എന്താണ് നാരോ വിഡ്ത്ത് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സ്പാറ്റേഴ്സ് വളരെ കുറവാണ്. ഇതൊക്കെയാണ് ടിഗ് വെൽഡിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം തന്നെ നമ്മളിത് കൃത്യമായിട്ട് ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒരു 8 വരെ വരാൻ ചാൻസ് ഉള്ളത്. 3 മുതൽ 8 വരെ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ടിഗ് വെൽഡിങ്ങിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോർ സ്പാറ്റർ ഡ്യൂ ടു ഹൈ കറന്റ് എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പൊ അത് കാരണം അത് ഇതിന്റെ സ്പെസിഫിക്കേഷനിൽ വരുന്നില്ല. ലെസ് സ്പാറ്റർ ആണ് ടിഗ് വെൽഡിങ്ങിൽ വരുന്നത്. അത് കാരണം ഇതിന്റെ ഓപ്ഷൻ 1, 2, 3 അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇത് തെറ്റരുത്, എല്ലാവരും ശ്രദ്ധിച്ച് ആ അഡ്വാൻറ്റേജസ് ഒരു പ്രാവശ്യം, അഡ്വാൻറ്റേജസ് ഓവർ മാഗ് വെൽഡിങ്ങോ അല്ലെങ്കിൽ മിഗ് വെൽഡിങ്ങിന്റെയോ ആ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഒന്ന് ഫുൾ ആയിട്ട് വായിച്ചിട്ട് പോവുക. അങ്ങനെ പഠിച്ചിട്ട് പോകാന്നതിനോട് ഉപരി അതൊന്ന് വായിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വാട്ട് ഈസ് ദ ആർക്ക് ടെമ്പറേച്ചർ ഓഫ് ടിഗ് വെൽഡിങ് പ്രോസസ്? അപ്പോ ഈ ഒരു കാര്യത്തില് ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടുള്ളത് ആർക്ക് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണ ഈ വെൽഡിങ് പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം 3000 ഡിഗ്രി വരെയൊക്കെ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ആർക്കിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ചില ടെക്സ്റ്റുകളിൽ 5980 എന്നുണ്ട്. ചില ടെക്സ്റ്റുകളിൽ, പഴയ ടെക്സ്റ്റുകളൊക്കെ 6000 ഡിഗ്രി എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏത് വന്നാലും അത് കൃത്യമായിട്ട് എഴുതുക. ആർക്ക് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എത്ര എഴുതണം? 6000 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതണം. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇടാനുള്ള കാരണം പഴയ ടെക്സ്റ്റിൽ അറൌണ്ട് 3000 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് എന്താണ്, അത് ആർക്ക് ടെമ്പറേച്ചർ അല്ല, അത് ആ വെൽഡിങ് പ്രോസസ്സിന്റെ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആർക്ക് ടെമ്പറേച്ചർ 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് പവർ ടിഗ് വെൽഡിങ് ടിഗ് വെൽഡിങ് മെഷീൻ? അപ്പൊ ടിഗ് വെൽഡിങ് മെഷീന്റെ വേറൊരു പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ടിഗ് വെൽഡിങ്ങിന് കോൺസ്റ്റന്റ് കറന്റ് ടൈപ്പ് അങ്ങനെ പേരുണ്ടോ? കോൺസ്റ്റന്റ് കറന്റിലാണോ ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോൾട്ടേജിലാണോ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഏകദേശം കോൺസ്റ്റന്റ് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം തന്നെ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡ്രൂപ്പിംഗ് വോൾട്ടേജ് ടൈപ്പ് മെഷീൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വരാൻ ചാൻസ് ഉള്ളതാണ്, വളരെ 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 ചാൻസ് ഉള്ളതാണ്. ഒരു എന്താണ്, നമ്മൾ വിചാരിക്കും ചിലപ്പോ ഈ ഒരു ഭാഗം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ പവർ സോഴ്സ് ഓഫ് ടിഗ് വെൽഡിംഗ് മെഷീന്റെ ഒരു സെക്ഷനിൽ വരുന്നതാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഇൻ കോൺസ്റ്റന്റ് കറന്റ് മെഷീൻ ദ വോൾട്ടേജ് ആംപിയർ കർവ് റിലേറ്റീവ്ലി സ്റ്റീപ്പ്. Because of the shape of this curve, the machine is known as drooping voltage type machine. അപ്പൊ ഇതിനെ ഡ്രൂപ്പിംഗ് വോൾട്ടേജ് ടൈപ്പ് മെഷീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് അതിന്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്യാൻ പറ്റണം. ഡ്രൂപ്പിംഗ് കറണ്ട് അല്ല, ഡ്രൂപ്പിംഗ് വോൾട്ടേജ് ആണ്. നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡ്രൂപ്പിംഗ് കറന്റ് എന്ന് ഇതിൽ ഓപ്ഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരിക. ഡ്രൂപ്പിംഗ് കറന്റ് എന്നുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരിക. കാരണം അതിന് നമ്മൾ വേറെ ഒന്നും നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൂപ്പിംഗ് കറന്റിനെ ഓപ്ഷൻ 1ലേക്ക് എടുത്തിടും. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ പിന്നെ സിയിലെയോ അല്ലെങ്കിൽ ഡിയിലെയോ ആയിരിക്കും ഡ്രൂപ്പിംഗ് വോൾട്ടേജ് വരിക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ടിഗ് വെൽഡിംഗ് ആണെങ്കിൽ GTAW ആണെങ്കിൽ നമ്മൾ എന്താണ് പറയാ? ഡ്രൂപ്പിംഗ് വോൾട്ടേജ് ടൈപ്പ് മെഷീൻ എന്നാണ് പറയാം. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഓക്കെ, which spark helps the arc to be ignited without touching down electrode in welding TIG welding machine? അപ്പൊ ഇതിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എന്താണ്, ഇലക്ട്രോഡിനെ ടച്ച് ചെയ്യാതെ, വർക്ക് പീസിൽ ടച്ച് ചെയ്യാതെ ഏകദേശം ഞാനൊരു കൃത്യമായിട്ടുള്ള അളവൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. 6 mm അടുത്തേക്ക് വരുമ്പോൾ, വർക്ക് പീസിന്റെ ഏകദേശം 6 mm അടുത്തേക്ക് വരുമ്പോൾ ഒരു ആർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട്. അത് ഈ ടിഗ് വെൽഡിംഗ് മെഷീന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സെക്ഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ടിഗ് വെൽഡിംഗ് മെഷീന്റെ അടിയിലായിട്ടാണ് വെക്കുക.
അതൊരു ഒരു ഒരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഒരു സ്പെസിഫൈഡ് ടൈമിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ഏകദേശം 6 mm ലോഡ് വരുമ്പോഴേക്കും വലിയൊരു ഓസിലേറ്റർ അതിൽ പ്രവർത്തിച്ചുകൊണ്ട് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അതിൽ പ്രൊവൈഡ് ആവുകയും അതിന്റെ ഫലമായിട്ട് ഇഗ്നീഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് അതിൽ ഉത്തരം എന്തായാലും വരില്ല എന്നറിയാം. ഡി സി സപ്രസർ യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അതൊരു സീരീസ് ഓഫ് ഈ കപ്പാസിറ്റേഴ്സ് ആണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എ സി വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡി സിയുടെ ഒരു എന്താണ് ഒരു റിവേഴ്സ് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അത് ഇതിന്റെ മൊത്തം എഫിഷ്യൻസിനെ റിഡ്യൂസ് ചെയ്യും. അങ്ങനെ റിഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡി സിയിലത്തെ ആ റിവേഴ്സ് വരുന്ന ഡി സിനെ സപ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്ററിന്റെ ബാങ്ക് ഓഫ് യൂണിറ്റ് ആണ് ഡി സി സപ്രസർ എന്ന് പറയുന്നത്. അത് ഈ ഒരു കാര്യത്തിന് സഹായകരമാവുന്നില്ല. ട്രാൻസ്ഫോമർ അല്ല, നമുക്കറിയാം ഈ വെൽഡിങ്ങിന് ആവശ്യമുള്ള കറണ്ട് പ്രൊവൈഡ് ചെയ്യാണ് വെൽഡിങ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം HF യൂണിറ്റ് തന്നെയാണ്. അതിൽ ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോഡ് ഈസ് ബോർഡ് അബൌട്ട് ഫോം വർക്ക് പീസ് വൈൽ ഇഗ്നിഷൻ ഹാപ്പൻസ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏകദേശം എത്ര mm നമ്മുടെ വർക്ക് പീസ് ഈ പറയുന്ന വർക്ക് പീസിനോട് അടുത്ത് ഇലക്ട്രോഡിനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡുകളാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടിഗ് വെൽഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം വർക്ക് പീസിന്റെ എത്ര അടുത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. 6 mm ആണ്. അപ്പോൾ ഇതിന്റെ അടുത്തുള്ള കുറെ ഇതുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഡൗട്ട് എന്താ പറയുക, കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് 6 mm ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു 2 to 3 mm ആണ്, അങ്ങനെ ഗ്യാപ്പാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പൊ അതൊരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 5 mm എന്നുള്ള ഒരു ഗ്യാപ്പ് ഒരു ഇതുണ്ട്. അപ്പൊ 5 mm 3 to 4 mm അല്ലെങ്കിൽ 2 to 3 mm. പിന്നെ ഈ 6 mm ആണെന്ന് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് 8 10 mm ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോ ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ എന്താണ് ആ ടൈമിലത്തെ നമ്മുടെ എന്താണ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ എന്താണ് സൗണ്ട് ആൻഡ് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടോ, ഭയങ്കര ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടോ എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തരുന്നത്, നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. The imbalance between the positive and negative half cycle cause a rise to high primary current will reduce the rating of transformer. അത് ഞാൻ നേരത്തെ ഓപ്ഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. DC റിട്ടേൺ കറന്റ് വിൽ റിഡ്യൂസ് ബൈ, അതായത് എന്താണ് പോസിറ്റീവിലെയും നെഗറ്റീവിലെയും ഹാഫ് സൈക്കിൾസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അത് ഹൈ പ്രൈമറി കറണ്ട് ആയിട്ട് എന്ത് ചെയ്യും, അത് ഇത് കാരണം ഇംബാലൻസ് കാരണം ഈ ഹൈ പ്രൈമറി കറണ്ടിനെ റിഡ്യൂസ് ചെയ്യുന്നു, അല്ല ഹൈ പ്രൈമറി കറന്റ് ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഇത് ഈ ഒരു DC റിട്ടേൺ, DCയുടെ ആ വോൾട്ടേജ് ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ആ കറന്റ് ഒരു എന്താണ് ഒരു റിട്ടേൺ ആയിട്ട് അത് വരുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി നന്നായിട്ട് റിഡ്യൂസ് ആവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ DC റിട്ടേൺ കറണ്ടിനെ അല്ലെങ്കിൽ DC വോൾട്ടേജിനെ റിട്ടേൺ ആവുന്നതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിലെ പാർട്ട് എന്ന് പറയുന്നത്, ഇതിലിപ്പോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇപ്പൊ ഞാൻ മനഃപൂർവ്വം AC സപ്രസർ എന്ന് വെക്കാഞ്ഞതാണ്. കാരണം നമ്മള് ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റില്. ഓക്കെ, DC സപ്രസർ ആണ്. DC സപ്രസർ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ സീരീസിലായിട്ട് ഘടിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിലും നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും എന്തായാലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരെ വരാവുന്നതാണ്. അപ്പോൾ HF യൂണിറ്റ് അല്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, AC റെക്ടിഫയർ ഒന്നുമല്ല.